എവിടുന്നാ പാർക്ക് ചെയ്തിട്ട് വരുന്നത്? എത്ര ദൂരത്തേക്കല്ലേ പാർക്കിംഗ് ബേക്കലയുടെ ഉണ്ട്. ആ വെക്കാം. കുട്ടാ നമ്മളിപ്പം തുംഗനാഥിൽ നിന്നും ബദ്രിനാഥിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഓരോ വഴിയും പിന്നിടുമ്പം ഒരുപാട് എന്താ പറയുക ഭീകരതകൾ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വഴികളാണ് മുഴുവൻ കേട്ടോ. കാരണം ഒരു ഭാഗം ഫുള്ള് മലയാണെങ്കിൽ മറ്റേ ഭാഗം മുഴുവൻ വലിയ കൊക്കയാണ് കേട്ടോ. റോഡാണെങ്കിലോ അത്ര വീതിയില്ലാത്ത റോഡും, ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അങ്ങനത്തെ തരത്തിലുള്ള റോഡുകളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ 2 സൈക്കിൾ സവാരിക്കാരെ കണ്ടു. അവരിതുപോലെ ഇങ്ങനെ ഓരോ യാത്ര പോകുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ പല ആളുകളെയും കാണാൻ പറ്റും, പല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ജീവികളെ കാണാൻ പറ്റും. അപ്പം നമ്മൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ണടച്ചിട്ട് പോവുക. അതെവിടെ പോവുകയാണെങ്കിലും അതെ. കാരണം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഏറ്റവും ഭംഗിയുള്ളത്. നമുക്കൊരാൾ പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ ഒരാൾ കാണിച്ചു തരുന്നതോ ആയ കാഴ്ചകളെക്കാളും മുഖ്യം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ പരമാവധി കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക. യാത്രകൾ എപ്പോഴും ഓരോരോ അനുഭവങ്ങളായിരിക്കും. പോകുന്ന വഴിയിലുടനീളം പൊളിഞ്ഞ റോഡുകളായിട്ടുള്ള അത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന JCB അങ്ങനെയുള്ള വണ്ടികളും, പിന്നെ അതുപോലെ പൊളിയാനായി നിൽക്കുന്ന അല്ലെങ്കിൽ വീഴാനായി നിൽക്കുന്ന മലനിരകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാകാൻ, ഏത് നിമിഷം വേണമെങ്കിലും അടർന്ന് വീഴാവുന്ന രീതിയിൽ നിൽക്കുന്ന പാറക്കഷ്ണങ്ങളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു യാത്ര എന്നൊക്കെ പറയാം. കാരണം എപ്പോഴും ഇങ്ങനെ കല്ല് റോട്ടുമ്പിലേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് വീണ് കിടക്കുന്നത് കാണാമായിരുന്നു. പിന്നെന്താ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും പോയി നമ്മൾ അവിടെ എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിക്കും. ഇപ്പോൾ കുറച്ച് നമ്മൾ രീതിയിലുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ പാറകളൊക്കെ ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുക കേട്ടോ. ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. ഇതിനേക്കാളും കൂടുതലായിട്ട് തൂങ്ങി കിടക്കുന്ന പാറക്കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് കൂടെ നദി ഒഴുകുന്നുണ്ട്, ഒരു സൈഡ് ഇതേപോലെ കണ്ടോ മണ്ണിടിഞ്ഞ് അതുപോലെ പാറ ഇടിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. കാരണം സ്പീഡില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതെ ചിലപ്പോൾ ഓഫാക്കി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ഇട്ടാൽ പോലും വീഡിയോ തീരില്ല. കാരണം അത്രയുണ്ട് കാണാൻ. ദൂരതീരങ്ങളും മുഖത്താ
ആപ്രിക്കോട്ട്. പക്ഷെ അതിൽ കായ് കാണുന്നില്ല സൂം ചെയ്തിട്ട്. ഒരു പാട്ടുണ്ട് കേട്ടോ, അളകം നന്ദാ തീരം നന്ദ്. ആ എനിക്കത് കിട്ടുന്നില്ല. അരുമ്പ സന്ധ്യ നേരെന്നോ അങ്ങനെന്തോ ഒരു പാട്ടുണ്ട്. ആ അതിനാ പറഞ്ഞെ കുതിരക്ക് തിന്നാ. ഈ കമ്പിയൊക്കെ പോയതായിരിക്കും അല്ലേ? വിഷ്ണുപ്രയാഗ്. അളകനന്ദ നദിയും ഗൗളി ഗംഗയും കൂടിച്ചേരുന്ന സ്ഥലം വിഷ്ണുപ്രയാഗ്. അപ്പം നമ്മൾ പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആയപ്പം ബദ്രീനാഥ് അമ്പലത്തിലെത്തി കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു 20 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ എണീച്ച് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് വന്നു. അപ്പം നീണ്ട ക്യൂ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ അളകനന്ദ നദിക്ക് കുറുകെയുള്ള പാലത്തിൽ കൂടെ കടന്നിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് പോയി നോക്കുമ്പോഴാണ് ക്യൂവിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലായത്. നടന്നിട്ട് തീരുന്നില്ല. അപ്പോൾ ഏകദേശം പറയുകയാണ് കേട്ടോ, ഒരു 5 കിലോമീറ്ററോളം ഒക്കെ ഉണ്ടാവും ഈ ക്യൂ. അപ്പം നമ്മൾ എത്ര സമയം നിന്നാൽ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റും, ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്പലത്തിന് മുന്നിൽ പോയിട്ട് നമുക്ക് തൊഴാം, എന്തായാലും ഉള്ളിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും തൊഴാം എന്നുള്ള അതിലങ്ങനെ നമ്മൾ അമ്പലത്തിന് മുന്നിലേക്ക് പോയി. കാരണം നമുക്ക് ശരിക്കും വല്ല വിഷമമുണ്ട്, ഇത്രയും ദൂരം നിന്ന് വന്നിട്ട് നമുക്ക് തൊഴാൻ പറ്റുന്നില്ല എന്നുള്ളൊരു, പറ്റാതെ ആവോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായി. അങ്ങനെ വിഷമം മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന് മുന്നിലെത്തി. ഭയങ്കര തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക, ആ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി തൊഴാൻ കഴിയലുണ്ടാവില്ല. പിന്നെ നമുക്ക് അവിടെയുള്ള റാവൽജീൻ്റെ കൂടെ സഹായിയായിട്ടുള്ള ആൾ നമ്മളെ കൂടെയുള്ള ഒരാളെ ബന്ധുവായിരുന്നു. അപ്പം ഞങ്ങൾ അവരെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു റാവൽജീനെ കാണാനുള്ള അവസരം തരാം, കാരണം അത് നടക്കും. രാവിലെ പൂജ കഴിഞ്ഞാൽ റാവൽജി റൂമിലേക്ക് വരും, അപ്പം നിങ്ങൾക്ക് കാണാം. പക്ഷെ അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റില്ല. നമുക്ക് നമ്മളെ പരിചയത്തിലുള്ളവരെയൊക്കെ നമ്മൾ വൈകുന്നേരമാണ് അമ്പലത്തിലേക്ക് കയറി തൊഴാനുള്ള സൗകര്യം കൊടുക്കാറെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഓരോ അമ്പലത്തിൽ പരിചയക്കാരുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കെയർ ഓഫിൽ കയറുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ വൈകുന്നേരം നമ്മളത് റെഡിയാക്കി തരാം, നിങ്ങളങ്ങനെ വൈകുന്നേരം വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൊഴാനുള്ള അവസരം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് റാവൽജിയുടെ ഒരു ചോദ്യവും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉത്തരവും കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ടും ഭംഗിയായിട്ടും ബദ്രീനാഥ് ഭഗവാനെ കാണാനുള്ള അവസരം ഉണ്ടായി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മാന വില്ലേജ്, ലാസ്റ്റ് വില്ലേജ് കാണാൻ വേണ്ടി പോയി. അതിനുള്ളിലേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് അതിൻ്റെ ബോർഡർ ആ ഒരു ഇതുവരെ പോയി അങ്ങനെ കണ്ട് പോന്നു. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യം റിവർ റാഫ്റ്റിംഗ് ആണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ബദ്രീനാഥ് അവിടെ കഴിഞ്ഞ് തിരിച്ച് പോകുന്ന പോക്കിൽ ഋഷികേശ് എത്തുമ്പോൾ നമ്മൾ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി നമ്മൾ എത്രയും നേരത്തെ എത്തുന്നു, അങ്ങനെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ റിവർ റാഫ്റ്റിങ്ങും വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാന വില്ലേജ് അങ്ങ് ഉള്ളിലേക്ക് കയറി കാണാനൊന്നും നിന്നില്ല. പുറത്തുനിന്ന് മാന വില്ലേജിനെ കണ്ട് മനസ്സിലാക്കി. അതായത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി, ഇതാണ് മാന വില്ലേജ്, അതിനപ്പുറത്ത് ടിബറ്റ് ബോർഡറും, അങ്ങനെ ബോർഡറാണ്, എന്തായാലും നമ്മളെ ബോർഡറാണ്. അതും കണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ റിവർ റാഫ്റ്റിംഗ് കാണാം. അപ്പോൾ
റാവൽജി എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് റാവൽജിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം ചോദിച്ചു എന്താണ് ഇനി ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ വേണ്ടതെന്നാണ് ചോദിച്ചത്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ആ ഒരു ഇതിൽ ചോദിച്ചപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ദർശനം കിട്ടിയില്ല എന്നൊരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എവിടെയോ എന്തോ ഒരു ഇത് എന്താ പറയുക ഉൾവിളി പോലെ പെട്ടെന്ന് ഞങ്ങൾക്ക് ദർശനത്തിന് വേണ്ടി പറയുകയും അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ ബദ്രിനാഥ് ഭഗവാനെ കാണിച്ചിട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അവിടെയുള്ള ആളടുത്ത് പറയുകയും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി അതിനുള്ളിൽ കയറി അവിടെ ഞങ്ങൾക്ക് അവിടെ മുന്നിൽ ഭഗവാന്റെ മുന്നിൽ കുറച്ചവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഭഗവാന്റെ കൂടെ ഇരിക്കുന്ന ബാക്കിയുള്ള ദേവന്മാരെ ഒക്കെ പറഞ്ഞ് വിശദമായിട്ട് അവിടെ പറഞ്ഞു തന്ന ശേഷമാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ അത്രയും നമുക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടോ. അപ്പോൾ അതാണ് ഒരു ചോദ്യവും ഒരു ഉത്തരവും മതി നമ്മൾക്ക് എന്താ പറയുക ഓരോ ഭാഗ്യം ഉണ്ടാവാൻ എന്ന് പറയും. എന്തോ ഭാഗ്യത്തിനൊരു ചോദ്യം ചോദിക്കാൻ തോന്നി റാവൽജിക്ക്. കാരണം അവിടെ അങ്ങനെ പതിവില്ല. കാരണം രാവിലെ സമയം ഉണ്ടാവില്ല വെച്ച് കഴിഞ്ഞാൽ തിരക്കാണ്. പിന്നെ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ഞാനൊരു സംസാരം കേട്ടതാണ്, കേരളത്തിലുള്ള ആളുകളെ അവിടെ അത്ര താല്പര്യമില്ല എന്നുള്ളത്. അപ്പം ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം രാവിലെ സാധിക്കാത്തത്. അപ്പോൾ ഞാനീ പറയുന്നത് ചിലപ്പം എൻ്റെ ഒരു ഇതുകൊണ്ടാണ് എന്താ പറയുക വിവരക്കേടാണെന്ന് വിചാരിച്ചാൽ മതി. വല്ല തെറ്റുണ്ടെങ്കിൽ വിവരക്കേടായിട്ട് കണ്ടാൽ മതി കേട്ടോ. കാരണം അവിടുന്ന് കേട്ടൊരു കാര്യം പറഞ്ഞെന്ന് മാത്രം. നമ്മളെ സൗത്ത് ഇന്ത്യ മൊത്തമായിട്ട് അവർക്ക് ഇഷ്ടക്കേടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മലയാളീസിന് തീരെ ഇഷ്ടമല്ല. കാരണം അത് കേദാർനാഥിൽ എത്തിയപ്പോഴാണ് അവർ അവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ഇവിടെ മലയാളീസിന് തീരെ ഇഷ്ടമല്ലാന്ന്. കാരണം നമുക്ക് അവിടെ ഒരു റെക്കമെൻഡേഷനും പറ്റില്ല. നമ്മളൊരാളെ ഇത് പറഞ്ഞ് നമ്മൾ ഇന്നയാളെ ബന്ധുവാന്നോ പറഞ്ഞിട്ട് പോയാലും അവരുടെ കേൾക്കില്ല, തൊഴാനൊന്നും പറ്റില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ ബദ്രിനാഥിലും ഏകദേശം അതുപോലെയാണ്. എങ്കിലും കുറച്ചൊക്കെ ഒരു ഭാഗ്യം ഉണ്ടായതുകൊണ്ട് സാധാരണ അവിടെ വൈകുന്നേരങ്ങളിലാണ് നമുക്കിങ്ങനെ ഇതുപോലെയുള്ള റെക്കമെൻഡേഷൻ വഴി തൊഴാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറ്. ഇതിപ്പം ഈ ഒരു അമ്പലത്തിൽ മാത്രമല്ല, പൊതുവേ എല്ലാ അമ്പലങ്ങളിലും ഇതേപോലെ റെക്കമെൻഡേഷൻ വഴി ആളുകൾ തൊഴാറുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. അതിപ്പം ഓരോരുത്തരുടെ ഭാഗ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റവരെ നിർഭാഗ്യമാണോ നമ്മളെ ഭാഗ്യമാണോ എന്നൊന്നും അങ്ങനെ വേണേൽ പറയാം. എന്തോ ആയിക്കോട്ടെ. ചിലപ്പം നിങ്ങളിത് കാണുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും അവർ വലിയ ആളുകളായതുകൊണ്ട് അല്ലെങ്കിൽ കയ്യൊക്കുള്ള കാര്യക്കാരെന്നൊക്കെ പറയുന്നവർ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതൊന്നും വേണ്ട. നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് അവിടെ തൊഴാൻ പറ്റിയത്, അത്രയും വിചാരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പോകുമ്പോൾ ശരിക്കും ഭക്തി നിർഭരമായ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം അവിടെ നിന്നും ഭക്തി എന്ന് പറയുന്നൊരു ആ ഒരു ഭക്തിയായിട്ടുള്ളത് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല എവിടെ പോയിട്ടുണ്ടോ. ബദ്രിനാഥിലാണ് പിന്നെ കുറച്ചെങ്കിലും ഒരു ഭക്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതായത് അതെനിക്ക് തോന്നുന്നു നമ്മളെ കേരള രീതിയിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ ആ ഒരു ഇതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായില്ല. നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകുമ്പോൾ എന്തോ ഒരു എനർജി നമുക്ക് അവിടുന്ന് കിട്ടാറുണ്ട്. പക്ഷെ നമ്മളീ പോയ സ്ഥലത്തു നിന്നൊന്നും നമുക്ക് ആ ഒരു എനർജി ഉണ്ടായിട്ടില്ല. സത്യമായിട്ട് പറയാലോ. അതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്, ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഇനി പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നിട്ട് അങ്ങനെ ആയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ എത്തിപ്പെടണമെങ്കിൽ എന്തോ ഒരു ഇത് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ പോകാൻ വേണ്ടി എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്നു. കുറേ പേർക്ക് പോകാൻ പറ്റുന്നുണ്ട്, കുറേ പേർക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ആഗ്രഹിക്കുമ്പം ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എന്തായാലും അവിടെ എത്തിപ്പെടണമെങ്കിൽ ഭാഗ്യം എന്നൊരു കാര്യം വേണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ എന്നെ ആ ഒരു ഇത് പറയുമ്പോൾ ചിലപ്പോൾ എന്തോ പരിഹസിക്കാവുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. കാരണം ഓരോ ആളുകളുടെ കാഴ്ചപ്പാടില്ല. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയതാണ് ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളൂ എന്നുള്ളത്. അപ്പം 2-3 സ്ഥലങ്ങളിൽ നമ്മൾ ഇതേപോലെ 2 നദികൾ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടു. വിഷ്ണുപ്രയാഗ്, ദേവപ്രയാഗ്,
രുദ്രപ്രയാഗ്. 3 സ്ഥലങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ വിഷ്ണുപ്രയാഗാണ്. അപ്പോൾ ഇനി ഋഷികേശിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. നമ്മുടെ ചാർധാം യാത്ര കഴിഞ്ഞു. ഋഷികേശിലേക്കുള്ള യാത്രയിലാണ്. ഋഷികേശിൽ വെച്ച് റിവർ റാഫ്റ്റിംഗ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്